അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുലാസിയത്തുൽ ജമാലി, സൗന്ദര്യമുള്ള 3 കാര്യങ്ങൾ, അലങ്കാരത്തിൻ്റെ 3 കാര്യങ്ങൾ. ഇതാ സ്വബർത്ത, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ, ഇസ്ബിർ ബിലാ ശക്വ, ആവലാതികളില്ലാതെ ക്ഷമിക്കുക. നീ വല്ല കാര്യത്തിലും ക്ഷമ അവലംബിക്കുകയാണെന്ന് വെച്ചാൽ ആവലാതികൾ പറയരുത്. അല്ലാത്ത നിലക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്കിതിൽ യാതൊരു പ്രയാസവുമില്ല എന്ന രൂപത്തിൽ ക്ഷമിക്കുക. വൈദാ ഹജർത്ത, നീ വല്ലതിനെയും അല്ലെങ്കിൽ വല്ലവരെയും ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, ഉഹ്ജുർ ബിലാ അദാ, ആരെയും പ്രയാസപ്പെടുത്താതെ നീ ഒഴിഞ്ഞു പോവുക. ഹിജറ ചെയ്യൽ വരെ ഹജറ എന്ന പദത്തിൽ നിന്നാണ്. ആരെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും ഉപേക്ഷിച്ച് പോവുകയാണെന്ന് വിചാരിച്ചാൽ മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഉപേക്ഷിച്ച് പോവുക. അകന്നു പോവുകയാണെങ്കിൽ മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അകന്നു പോവുക. വൈദാ സഫഹ്ത, നീ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, ഫസ്ഫഹ് ബിലാ ഇതാബിൻ, മറ്റുള്ളവരൊന്നും ആക്ഷേപിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുക. മറ്റുള്ളവർ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നൊന്നും പറയാതെ നീ സ്വന്തം നിലക്ക് വിട്ടുവീഴ്ച ചെയ്യുക. അതിലാരെയും ആക്ഷേപിക്കാൻ പാടില്ല. വല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല വസഫഹ കുല്ലഹ, ഇതിനെല്ലാം അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് ബി ജമാലിൻ, സൗന്ദര്യം എന്നാണ്. ഇതിനെല്ലാം അള്ളാഹു സൗന്ദര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, സൗന്ദര്യം എന്ന പദം കൊണ്ടാണ് അള്ളാഹു ഇതിനെ എല്ലാറ്റിനെയും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞ പദങ്ങൾ, ഫസ്ബിർ സബ്റൻ ജമീലാ, നീ സൗന്ദര്യമുള്ള ക്ഷമ, അത് നീ ക്ഷമിക്കുക. വഹ്ജുർഹും ഹജ്റൻ ജമീലാ, നീ ഉപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചാൽ വളരെ സൗന്ദര്യമുള്ള ഉപേക്ഷിക്കൽ നീ ഉപേക്ഷിക്കുക. അവിടെയും നീ സൗന്ദര്യമുള്ള ഉപേക്ഷിക്കുക. ഫസ്ഫഹിസ്സഫ്ഹൽ ജമാൽ, ഫസ്ഫഹിസ്സഫ്ഹൽ ജമീൽ, നീ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഏറ്റവും നല്ല ഭംഗിയുള്ള വിട്ടുവീഴ്ചയായിരിക്കണം നീ ചെയ്യേണ്ടത്. ഈ 3നെയും അള്ളാഹു വിശേഷിപ്പിച്ചത് ജമാൽ, ജമീൽ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, സൗന്ദര്യം എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് സുലാസിയത്തുൽ ജമാൽ, സൗന്ദര്യത്തിൻ്റെ 3 എന്ന് പറയാനുള്ള കാരണം. ജമ്മലനി അള്ളാഹു അയ്യാക്കും, അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ തന്നെ സൗന്ദര്യമുള്ളവരാക്കട്ടെ, ബിൽ ജമാലി, അവൻ്റെ സൗന്ദര്യം കൊണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സൗന്ദര്യമുള്ളതാക്കി മാറ്റിത്തരട്ടെ. ഒപ്പം വ മക്കാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം കൊണ്ടും അള്ളാഹു സൗന്ദര്യമുള്ളതാക്കി മാറ്റട്ടെ. നമ്മളുടെ കാര്യങ്ങൾ സൗന്ദര്യത്തോടു കൂടി ചെയ്തതിൻ്റെ പോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മക്കാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവവും ഭംഗിയാർന്ന രൂപത്തിൽ ചെയ്തു തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.